ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂർ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ വെച്ചിട്ട് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഒരു ക്യാമ്പസാണ് ഈ ഒരു ക്യാമ്പസ്. നമുക്കിവിടെ കിട്ടുന്ന പാരാമെഡിക്കൽ കോഴ്സസാണ് MLT, റേഡിയോളജി, കാർഡിയക് പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഫിസീഷ്യൻ അസിസ്റ്റൻറ്റ്, ഡയാലിസിസ്, OT-AT. ഇതിൽ ഫിസീഷ്യൻ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും കാർഡിയക് പെർഫ്യൂഷൻ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കോളേജുകളിലും ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു ക്യാമ്പസിൽ അത് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ പോസ്റ്റിംഗ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ എക്സ്പോഷർ സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ആദിത്യ. പിന്നെ റീച്ചബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നിയർ ബൈ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ക്യാമ്പസിൻ്റെ ഇൻസൈഡ് ക്യാമ്പസ് തന്നെ നമുക്ക് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ തന്നെ അത്രയും സൗകര്യങ്ങളുള്ള ഹോസ്റ്റലാണ് കേട്ടോ. മാത്രമല്ല കേരള ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള മെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിഫറൻറ്റ് മെനു ആണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസായിട്ട് സംസാരിച്ച സമയത്ത് സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പോൾ ഫാക്കൽറ്റി ആയിക്കോട്ടെ, ഹോസ്റ്റൽ ആയിക്കോട്ടെ, മെസ്സ് ആയിക്കോട്ടെ 100% സാറ്റിസ്ഫൈഡ് ആണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഫാക്കൽറ്റീസ് എല്ലാം തന്നെ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. മാത്രമല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ തന്നെ പ്യുവർ കേരള ഫുഡ് തന്നെ കിട്ടുന്നുണ്ട് അവർക്ക്. സോ നമുക്ക് പാരാമെഡിക്കൽ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ആഫ്റ്റർ +2 വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു അടിപൊളി ക്യാമ്പസാണ്. അപ്പോൾ നമുക്ക് ക്യാമ്പസിൻ്റെ വിശേഷങ്ങളും ക്യാമ്പസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ഗൈസ്, അപ്പം ഞാനിന്ന് ഉള്ളത് ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ക്യാമ്പസിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, രണ്ട് സൈഡിൽ മരങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പുറത്ത് സെക്യൂരിറ്റി അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ ക്യാമ്പസിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അതായത് സിറ്റിയിൽ തന്നെയാണ് കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കവിടെ കയറുന്ന സമയത്ത് തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ക്യാമ്പസ് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് കേട്ടോ, നടക്കാനായിട്ട് കുറച്ച് അധികമുണ്ട്. നമുക്കവിടെ ഓരോ ഇത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് ബ്ലോക്ക് വരുന്നത്. റിസപ്ഷൻ N ബ്ലോക്കിലാണ് വരുന്നത്, അതുപോലെ പ്രിൻസിപ്പൽ N ബ്ലോക്കിലാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏത് ബ്ലോക്കിലാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ നമുക്ക് അക്കാഡമിക് ബ്ലോക്ക് ഏതിലാണ് വരുന്നത്, സ്റ്റാഫിൻ്റെ പാർക്കിംഗ് അവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്, വിസിറ്റേഴ്സ് പാർക്കിംഗ് വരുന്നുണ്ട്, സ്റ്റുഡൻസിൻ്റെ പാർക്കിംഗ്, അങ്ങനെ ഓരോന്നും പ്രോപ്പറായിട്ട് തന്നെയാണ് അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, ഭയങ്കര കാം ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് എപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്നൊരു കോളേജാണ് നമുക്ക്. സോ മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റഡീസും അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കോളേജാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം പ്ലേസ്മെൻറ്റിൻ്റെയൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എവിടേക്കാണ് വരുന്നതെന്ന് ഓരോ ബിൽഡിംഗ് ആണ്. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ലെഫ്റ്റ് സൈഡിൽ. സോ ആദിത്യയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും കോയമ്പത്തൂരുള്ള ഒരു ബെസ്റ്റ് കോളേജാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ, ആദിത്യ കണ്ടതിൽ വെച്ചിട്ട്. ഇത് നമുക്ക് പറയാം ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ ക്യാമ്പസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്ന് കാണാൻ തന്നെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഗ്രൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്കാണ് നടക്കുന്നത്. സ്റ്റുഡൻസ് അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പിന്നെ അതിൻ്റെ അറ്റത്തേക്ക് പോകുമ്പോഴും കുറേ വരുന്നുണ്ട് കേട്ടോ ബിൽഡിങ്. അതായത് നമുക്ക് സാധാരണ ക്യാമ്പസിൻ്റെ പോലത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല ആദിത്യയുടെ വരുന്നത്. പിന്നെ നിങ്ങളുടെ റീച്ചബിലിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിയർ ബൈ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു 15 to 16 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് കോളേജിലേക്ക് റീച്ച് ആവാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ബോയ്സിനും ഹോസ്റ്റൽ വരുന്നുണ്ട്, പിന്നെ ഗേൾസിന് ഹോസ്റ്റൽ വരുന്നുണ്ട്. അത് ഞാൻ ചോദിച്ച സമയത്ത് നേരത്തെ നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. കാരണം അത്രയും ഫെസിലിറ്റീസ് വരുന്നുണ്ട് അവർക്ക് ഹോസ്റ്റലിൽ. അവർക്കിപ്പോൾ ചെയർ, ടേബിള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അവരുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് പ്ലേ ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത്. പ്ലേ ഗ്രൗണ്ടിൽ സ്റ്റുഡൻസ് കളിക്കുന്നത് കാണാം. വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. സോ നമുക്ക് അതൊരു സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നു എല്ലാ ക്യാമ്പസിലൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടൊന്നുമില്ല. സോ ആദിത്യയിൽ ബാസ്കറ്റ് ബോൾ ആണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വലിയൊരു പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ റിലാക്സേഷനാണ് അവർക്ക്. ആഫ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. സോ ആഫ്റ്റർ +2 പാരാമെഡിക്കൽ കോഴ്സ് എടുത്ത് പഠിക്കാൻ ആപ്റ്റായിട്ടുള്ളൊരു കോളേജാണെന്ന് നിങ്ങളിത് കണ്ടപ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്ത് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ എൻക്വയറീസ് വന്നു, ഇപ്പോൾ നിങ്ങൾ MLT ആയിക്കോട്ടെ, OTAT ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, BSc ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഈ BSc ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് കോഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കോളേജുകളിലും അവൈലബിൾ അല്ല. അതുപോലെ കാർഡിയക് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് എന്നുള്ളൊരു കോഴ്സും ഈ ഒരു കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫർദർ എൻക്വയറീസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.